നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് അധികം ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണല്ലേ. നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും ശരീരത്തിൻ്റെ അസുഖം വരുമ്പോഴേക്കും മനസ്സിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകും എന്നതാണ് സത്യം. അപ്പോൾ ഈ മുടിയുടെ ഉള്ളും കട്ടിയുമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം കേട്ടോ. ഈ സ്ട്രെസ് ഫാക്ടർ കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ ഒത്തിരി ഉണ്ടാകാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഈ വൈറ്റമിൻ D3 എന്ന് പറയുന്നത് ഒരു വൈറ്റലായിട്ടുള്ള ന്യൂട്രിയൻ ആണ്. അത് പരിശോധിക്കാനായിട്ട് തന്നെ 1000 രൂപ ചിലവ് വരുമെന്നാണ് പറയുന്നത്. പലപ്പോഴും വൈറ്റമിൻ D3 95% ആൾക്കാരിലും ഇൻഡെഫിഷ്യൻ്റാണ്. അതിന് പലപ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരാറുമുണ്ട്. അതുപോലെ വൈറ്റമിൻ B കോംപ്ലക്സ് ആയിട്ടുള്ള വൈറ്റമിൻ B1 അതായത് തയാമിനാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B6 എന്നുള്ളത് പിറിഡോക്സിനാണ്. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ള മുടി ഒട്ടും ഇല്ല അതിൻ്റെ കട്ടി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്ന മരുന്നുകളിൽ ഏതെങ്കിലും ഒരു B കോംപ്ലക്സ് വൈറ്റമിൻ കാണും. അപ്പോൾ നമ്മുടെ ഹെയർ റിലേറ്റഡ് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.